اللهم صل على سيدنا محمد الفاتح لما ولق الخاتم لما سبق الناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله وصحبه السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. ലോകത്തൊരുപാട് പ്രണയകഥകൾ നമ്മൾ വായിച്ചവരാണ്, അറിഞ്ഞവരാണ്. പല നിലക്കും പല രൂപത്തിൽ നമ്മളതിൻ്റെ കഥകളൊക്കെ കേട്ടിട്ടുണ്ട്. പല ആളുകളെയും ജീവിതത്തിൽ അത് കണ്ടിട്ടുണ്ട്. എന്നാൽ ലോകത്തിലെ ഏറ്റവും വലിയ പ്രണയം എന്ന് പറയുന്നത് പ്രപഞ്ചനാഥനാകുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രണയിച്ചതാണ്. തന്റെ പ്രിയതമക്ക് വേണ്ടി തന്റെ പ്രിയതമ ചെറുപ്രായത്തിൽ മരണപ്പെട്ട് ആ പ്രിയതമയോടുള്ള അഗാധമായ അനുരാഗം കൊണ്ട് മരണം വരെ വിഭാജ്യനായി കഴിഞ്ഞ എത്രയോ ആളുകളുണ്ട്. തന്റെ പ്രിയതമക്ക് വേണ്ടി എല്ലാ കാലത്തും ഓർമ്മിക്കപ്പെടാൻ വേണ്ടി വലിയ സൗധങ്ങൾ കെട്ടിപ്പടുത്ത ആളുകളുണ്ട്. താജ്മഹൽ പോലെ മുംതാസിനോടുള്ള പ്രണയ കുടീരമായി, പ്രണയ ജ്യോതിസായി ഇന്നും തിളങ്ങുന്ന ഇന്ത്യയുടെ അഭിമാനം താജ്മഹൽ. അത് ഷാജഹാന് മുംതാസിനോടുള്ള അപാരമായ പ്രണയത്തിന്റെ കഥകളാണ് എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള പ്രണയം അത് ലോകത്തെ വിളംബരം ചെയ്തത് ഈ ലോകത്തിനെ തന്നെ സംവിധാനിച്ചിട്ടാണ്. ഒരു മനുഷ്യന് നിർവചിക്കാൻ പറ്റാത്തത്ര ലോകങ്ങളെ അല്ലാഹു തആല സംവിധാനിച്ചത് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള അനുരാഗത്തിന്റെ പ്രണയ സൗധമായിട്ടാണ്. മാത്രമല്ല എത്രയോ ഇനം വിഭാഗങ്ങൾ അല്ലാഹു തആല സംവിധാനിച്ച് അവരോട് മുഴുവൻ തന്റെ പ്രണയഭാജനമാകുന്ന ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പേര് ചിരിക്കാൻ പറഞ്ഞു. ഇന്നല്ലാഹ വ മലായികതുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. ഞാൻ എൻ്റെ പ്രണയഭാജനമാകുന്ന ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്മരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളും ആ പേര് പറയണം, നിങ്ങളും ആ പേര് പറഞ്ഞുകൊണ്ടേയിരിക്കണം. സൂറത്തുൽ അറാഫിന്റെ തഫ്സീറിലും സൂറത്തുൽ ഇസ്രാഇന്റെ തഫ്സീറിലൊക്കെ ബഹുമാനപ്പെട്ട ദാവൂദ് നബി അലൈഹിസ്സലാമിനെ പറ്റിയുള്ള ഒരു കഥയുണ്ട്. അതിലൊരു ചെറിയ പുഴു ബഹുമാനപ്പെട്ട ദാവൂദ് നബി അലൈഹിസ്സലാമിനോട് പറയുന്നുണ്ട്, പ്രഭാതം മുതൽ പ്രദോഷം വരെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ ചൊല്ലലും ഇനി പിൽക്കാലത്ത് വരാൻ പോകുന്ന ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലലുമാണ് എൻ്റെ ജോലി. പക്ഷേ വലാകിൻ ലാ തഫ്ഖഹൂന തസ്ബീഹഹു, പല തസ്ബീഹുകളോ സ്വലാത്തുകളോ മറ്റുള്ളവർക്ക് മനസ്സിലാക്കാനും അത് നിർവചിക്കാനും കഴിയും. അപ്പൊ ലോകത്തിലെ ഏറ്റവും വലിയ പ്രണയം അല്ലാഹുവിന്റെ പ്രണയമാണെന്ന് പറയാനുള്ള കാരണം ഈ ലോകത്തിനെ സംവിധാനിച്ചു, പലവിധം ജീവജാലങ്ങളെ സംവിധാനിച്ചു, അതിലേറ്റവും ഉന്നതരായ മനുഷ്യ വിഭാഗത്തിനെ സംവിധാനിച്ചു, ജിന്നുകളെ സംവിധാനിച്ചു, പിശാചുകളെ സംവിധാനിച്ചു, പലതരം സസ്യങ്ങളെ സംവിധാനിച്ചു, പലതരം ജീവികളെ സംവിധാനിച്ചു. ആകാശങ്ങളും ഭൂമികളും സൂര്യനും ചന്ദ്രനും ബഹറും ബഹറിലെ ജീവികൾ മുഴുവൻ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്മരിച്ചുകൊണ്ടിരിക്കുക. ആ പ്രവാചകന്റെ പേര് പറയൽ പോലും പുണ്യമാണ്. ആ പ്രവാചകന്റെ പേര് ഒരു കുട്ടിക്ക് ഒരു രക്ഷിതാവ് വിട്ടുകഴിഞ്ഞാൽ മാതാവും പിതാവും സ്വർഗത്തിലാണ്. റസൂലുള്ളാഹിന്റെ പേരിന്റെ ബറക്കത്ത് ആഗ്രഹിച്ചുകൊണ്ട് സ്വന്തം കുട്ടിക്ക് മുഹമ്മദ് എന്ന പേരിട്ടാൽ പോലും വലിയ ബറക്കത്താണ്.
മുഹമ്മദ് എന്ന പേരിട്ട ഒരു കുട്ടിയെ തല്ലാൻ പാടില്ല, ചീത്ത പറയാൻ പാടില്ല, ഒരു സദസ്സിൽ നിന്ന് അവനെ പുറത്താക്കാൻ പാടില്ല. ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ സുഫൂരി റളിയല്ലാഹു അൻഹു വളരെ വ്യക്തമായി തന്നെ ആ വിഷയം പറയുന്നത്. ആ പ്രണയവാചനത്തിന്റെ പേരിന് പോലും വലിയ മഹത്വമാണ്. ബഹുമാനപ്പെട്ട അബ്ദുൽ മുത്തലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച സമയത്ത് അതുവരെ കേൾക്കാത്ത മുഹമ്മദ് എന്ന പേരാട്ടത്. അപ്പൊ അറബികൾ പല ആളുകളും ചോദിച്ചു, മക്കാ മുശ്രിക്കീങ്ങളാകുന്ന പല ആളുകളും ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ട് ഇതുവരെ കേൾക്കാത്ത മുഹമ്മദ് എന്ന പേര് ഈ കുട്ടിക്കിടുന്നു? ബഹുമാനപ്പെട്ട അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മുഹമ്മദ് എന്നാൽ സ്തുതിക്കപ്പെട്ടവനെന്നാണ്. ഈ വിശ്വം മുഴുവൻ അദ്ദേഹത്തിന്റെ പ്രഭ നിറയേണ്ടതുണ്ട്. ഈ വിശ്വം മുഴുവൻ അദ്ദേഹത്തെ സ്തുതിക്കേണ്ടതുണ്ട്. അതിന്റെ പേരിലാണ് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്തുതിക്കപ്പെട്ടവൻ എന്ന പേര് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചത്. അത് അബ്ദുൽ മുത്തലിബ് തങ്ങൾ ഇട്ടതാണെങ്കിലും അല്ലാഹു തആല ആദ്യമേ അത് തീരുമാനിച്ചിട്ടുണ്ട്. സുബ്ഹാനല്ലദീ അത്ലഅ ഫീ ശഹരി റബീഉൽ അവ്വൽ ഖമറ നബിയിൽ ഹുദാ വ ഔജദ നൂറഹു. അല്ലാഹു തആല പ്രകാശത്തിന് സംവിധാനിച്ചു. ഖബല ഖൽഖിൽ ആലമി, ഈ ലോകത്തിന് സൃഷ്ടിക്കുന്നതിന് മുമ്പ് വസമ്മാഹു മുഹമ്മദ, അന്ന് തന്നെ അതിന് മുഹമ്മദ് എന്ന പേര് വെച്ചിട്ടുണ്ട്. അപ്പൊ ലോകത്ത് ഇതിന് തുല്യമായിട്ട് ഒരു പ്രണയം നമുക്ക് കാണാൻ കഴിയില്ല. ബഹുമാനപ്പെട്ട സലാഹുദ്ദീൻ തങ്ങൾ അദ്ദേഹത്തിന്റെ തൻസുലാത്തുൽ ഇലാഹിയ എന്ന് പറയുന്ന കിതാബിൽ പറയുന്നുണ്ട്, ഈ ദുനിയാവിൽ നീ ആകെ ചെയ്യേണ്ടത് അല്ലാഹുവിന്റെ പ്രവാചകർ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അറിയലും ആ റസൂലുള്ളാഹിനെ പ്രണയിക്കലും മാത്രമാണ്. അത് മാത്രം നീ ചെയ്താൽ തന്നെ നീ ഒരു യഥാർത്ഥ അടിമയായി മാറും. അല്ലാഹുവിന്റെ ആരിഫീങ്ങളാകുന്ന ഔലിയാക്കൾ തസവൂഫിന്റെ 100 കണക്കിന് ഗ്രന്ഥങ്ങൾ ലോകത്ത് രചിച്ചിട്ടുണ്ട്. അതിൽ ആ തസവൂഫിന്റെ എല്ലാ മേഖലകളും ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്ക്, പ്രവൃത്തി, മൗനാനുവാദം, ഈ മൂന്ന് ഗോളത്തിനെ ചുറ്റിപ്പറ്റിയിട്ടാണ് ലോകത്തുള്ള എല്ലാ ആത്മധാരകളും ഈ ലോകത്തുണ്ടായത്. അപ്പൊ അല്ലാഹുവിന്റെ പ്രവാചകർ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു പ്രണയിക്കുന്നു, അല്ലാഹു വല്ലാതെ ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് ലോകരെ നിങ്ങളും ആ പ്രവാചകരെ ഇഷ്ടപ്പെടുക, ആ പ്രവാചകരെ അംഗീകരിക്കുക. ലാ യുമിനു അഹദുകും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. പല രൂപത്തിൽ പല റിവായത്തുകളിലായിട്ട് ഈ ഹദീസുകൾ കാണാൻ കഴിയും. ഒരുവേള അല്ലാഹുവിന്റെ പ്രവാചകർ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഉമറേ, നിന്റെ ശരീരത്തിനേക്കാളും നീ എന്നെ സ്നേഹിച്ചില്ലെങ്കിൽ നീ ഒരു യഥാർത്ഥ മുഅ്മിനല്ല. എന്റെ ഉമറേ, നിന്റെ കുടുംബത്തിനേക്കാളും വലുതായി എന്റെ കുടുംബത്തിന് നീ കണ്ടില്ലെങ്കിൽ നീ ഒരു യഥാർത്ഥ മുഅ്മിനല്ല എന്ന് ലോകത്തിന്റെ നായകൻ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. കാരണം എന്താ? അല്ലാഹു ആകുന്ന പ്രണയവാചനത്തിനെ നമ്മുടെ ഹൃദയത്തിലോട്ട് സംവിധാനിച്ചത് ലോകത്തിന്റെ നായകൻ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അന അക്റമുൽ അവ്വലീന വൽ ആഖിരീൻ, ഞാൻ ആദ്യത്തിന്റെയും അന്ത്യത്തിന്റെയും ബഹുമാനിയാണ് എന്ന് പറഞ്ഞാൽ അല്ലാഹു സൃഷ്ടിച്ച് സംവിധാനിച്ച അന്നു മുതൽ അവസാനം വരെയുള്ള സർവ മനുഷ്യരാവട്ടെ, ജിന്നുകളാവട്ടെ, മറ്റു വർഗങ്ങളാവട്ടെ, ഏത് വസ്തുക്കളിലും ഏറ്റവും വലിയ ബഹുമാനി, ഏറ്റവും വലിയ മാന്യൻ, ഏറ്റവും വലിയ ഉന്നതൻ, അഷ്റഫുൽ ഖൽഖ് അത് ഞാനാണെന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി. അതുകൊണ്ട് ഹൃദയം കൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകരെ സ്നേഹിക്കുന്ന അവസ്ഥയിലേക്ക് വിശ്വാസികൾ വരുമ്പോൾ നമ്മുടെ ഹൃദയത്തിന് വല്ലാത്ത ആനന്ദമാണ്, ഹൃദയത്തിന് വല്ലാത്ത സന്തോഷമാണ്. അനുരാഗ തീർത്ഥത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ അത് വല്ലാത്ത ഒരു സൗഭാഗ്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.